കട്ടപ്പന സഹകരണ ആശുപത്രി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഉടമ ലൂക്ക ജോസഫിന്റെ അനധികൃത നിർമ്മാണത്തിനെതിരെ ഹൈക്കോടതി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഷോപ്പിംഗ് ഒരു അനുഭവമാക്കൂ ഹൈ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിലൂടെ. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം, TB ജംഗ്ഷൻ, കട്ടപ്പന. കട്ടപ്പന സഹകരണ ആശുപത്രി പ്രവർത്തിക്കുന്ന കെട്ടിട ഉടമ ലൂക്ക ജോസഫിന്റെ അനധികൃത നിർമ്മാണം നിയമവിധേയമാക്കി നൽകിയ കട്ടപ്പന നഗരസഭാ സെക്രട്ടറിയായിരുന്ന ജയകുമാറിന്റെ നടപടികൾ ശരിയല്ലെന്ന് ഹൈക്കോടതി. 3 നിലകൾക്ക് മാത്രം അനുമതിയുണ്ടായിരുന്ന കെട്ടിടത്തിന് 4ാം നിലയ്ക്ക് സെക്രട്ടറി നഗരസഭാ കൌൺസിലോ ടൗൺ പ്ലാനറോ അറിയാതെ അനുമതി നൽകിയിരുന്നു. 2019 നഗരസഭാ കൌൺസിൽ ഐക്യകണ്ഠേന സെക്രട്ടറിയുടെ നടപടിക്കെതിരെ സർക്കാരിൽ പരാതി നൽകിയെങ്കിലും 5 വർഷമായും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഹൈക്കോടതി ഉത്തരവിലൂടെ നഗരസഭയുടെ നടപടി ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് നഗരസഭ മുൻ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. കട്ടപ്പന സഹകരണ ആശുപത്രി പ്രവർത്തിക്കുന്ന ലൂക്ക ജോസഫിന്റെ കെട്ടിടത്തിന്റെ അനധികൃത നിർമ്മാണം അത് നിയമവിധേയമാക്കി നൽകിയ കട്ടപ്പന മുനിസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ജയകുമാറിന്റെ നടപടികൾ ശരിയല്ല എന്ന് ഇന്ന് ഹൈക്കോടതി വിധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അന്ന് നിയമവിരുദ്ധമായ നടപടികൾ എടുത്ത സെക്രട്ടറി ജയകുമാറിനെതിരെ ഗവൺമെന്റ് നടപടി സ്വീകരിക്കാൻ തയ്യാറാവും. 2019 സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കട്ടപ്പന മുനിസിപ്പൽ കൗൺസിൽ ഏകകണ്ഠമായ തീരുമാനമെടുത്ത് ഗവൺമെന്റിൽ കൊടുത്തിട്ട് 5 വർഷക്കാലമായിട്ടും ഈ നിയമവിരുദ്ധ നടപടികൾ സ്വീകരിച്ച സെക്രട്ടറിക്കെതിരെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. 4 നില കെട്ടിടത്തിന് 3 നിലയ്ക്ക് മാത്രം ലൈസൻസ് ഉണ്ടായിരിക്കുകയും 4ാമത്തെ നില റെഗുലൈസ് ചെയ്യണമെങ്കിൽ അത് ഗവൺമെന്റ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ കയ്യിൽ നിന്നും ആപ്ലിക്കേഷൻ വാങ്ങിച്ച് ജില്ലാ ടൗൺ പ്ലാനർക്ക് കൊടുത്ത് അദ്ദേഹത്തിന്റെ ശുപാർശയോടുകൂടി അത് ചീഫ് ടൗൺ പ്ലാനർ, അതോടൊപ്പം തന്നെ ലോക്കൽ ബോഡീസിന്റെ അഡീഷണൽ ഡയറക്ടർ എന്നിവരടക്കുന്ന കമ്മിറ്റി അത് പരിശോധിച്ചതിനകത്ത് തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് അത്തരത്തിലുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാതെ ജില്ലാ ടൗൺ പ്ലാനർക്ക് പോലും അപേക്ഷ കൊടുക്കാതെ ഒരു അപേക്ഷ മാത്രം സെക്രട്ടറി വാങ്ങിച്ച് അത് റെഗുലൈസ് ചെയ്ത് കൊടുത്തു എന്ന് പറയുമ്പോൾ അയാളുടെ ഇക്കാര്യത്തിലുള്ള താല്പര്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, അങ്ങനെ ചെയ്ത നടപടി ശരിയല്ല എന്ന് അന്ന് നഗരസഭയ്ക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് സെക്രട്ടറിയുടെ ആ നടപടി നഗരസഭ കൗൺസിൽ ക്യാൻസൽ ചെയ്തിരുന്നു. അത്തരത്തിൽ റെഗുലൈസേഷൻ നടത്തിയ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല ഈ ഗവൺമെന്റിലേക്ക് നമ്മൾ കത്തെഴുതുകയും ചെയ്തു. അതിനുശേഷം സഹകരണ ആശുപത്രിയുടെ ലൈസൻസ് പുതുക്കി കൊടുക്കാതിരുന്ന സാഹചര്യത്തിൽ ആശുപത്രിയുടെ അധികൃതർ വന്ന് ഞങ്ങൾക്ക് ആശുപത്രി നടത്തുന്നതിന് വേണ്ടി ലൈസൻസ് പുതുക്കി തരണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടു. നമ്മളെ ലൈസൻസ് പുതുക്കി കൊടുക്കാതിരുന്ന സാഹചര്യത്തിൽ അന്ന് ഇവിടെ നിന്നും ട്രാൻസ്ഫറായി സ്ഥലം മാറിപ്പോയ ജയകുമാർ നഗരസഭയ്ക്ക് ലഭിക്കാമായിരുന്ന ടാക്സ് ചെയർമാന്റെ ഇടപെടൽ മൂലം നഗരസഭയ്ക്ക് കിട്ടാതിരിക്കുന്നതിനെതിരെ എനിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും എന്നെ കൗൺസിൽ സ്ഥാനത്ത് നിന്നും ചെയർമാൻ സ്ഥാനത്ത് നിന്നും എന്നെ അയോഗ്യനാക്കണമെന്നും പറഞ്ഞ് ഗവൺമെന്റിലേക്ക് പരാതി കൊടുത്തയാളാണ് ശ്രീ ജയകുമാർ. അപ്പോൾ അതിനുശേഷം അന്ന് ജയകുമാറിനെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ അയാൾ ഒരു മുനിസിപ്പൽ ചെയർമാനും കൗൺസിലർക്കും ഒക്കെ എതിരായി അവരെ അയോഗ്യരാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിലേക്ക് കത്ത് കൊടുക്കണമെങ്കിൽ അവരുടെയൊക്കെ ധിക്കാരം അത്ര വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഹോസ്പിറ്റൽ അധികൃതർ അവർ വന്ന മുനിസിപ്പാലിറ്റിയോട് അവരുടെ ആശുപത്രി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ നിയമാനുസൃതമുള്ള കെട്ടിടം എത്രയാണോ അത്രയും സ്ഥലത്ത് ആശുപത്രി നടത്തുന്നതിനുള്ള പെർമിറ്റ് നമുക്ക് തരാം, അതിനപ്പുറത്തേക്ക് തരാൻ കഴിയില്ല എന്ന് പറയുകയും അവരുടെ അനധികൃതമായിട്ടുണ്ടായിരുന്ന ആ കെട്ടിടത്തിന്റെ പോർഷൻ ഒഴിവാക്കി നിയമാനുസൃതമുണ്ടായിരുന്ന പോർഷന് മാത്രമാക്കി നമ്മൾ ലൈസൻസ് കൊടുത്തു. അപ്പോൾ ആ ലൈസൻസിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഭാഗത്ത് ആശുപത്രി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ അന്ന് മുനിസിപ്പൽ കൗൺസിൽ എടുത്ത ആ തീരുമാനത്തിൽ ഇത്രയും നാളായി ഗവൺമെന്റ് നടപടി എടുക്കാതിരുന്നത് ശരിയായില്ല എന്നുള്ളൊരു പരാമർശം കോടതിയിൽ ഉണ്ടായി. എന്തായാലും അന്ന് മുനിസിപ്പാലിറ്റി എടുത്ത നിലപാട് ശരിയാണ് എന്ന് ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും ജയകുമാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു എങ്കിൽ പോലും അയാൾക്കെതിരെ ഈ നിയമവിരുദ്ധ നടപടി എടുത്തതിന് നടപടിയെടുക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവും.
അനധികൃത നിർമ്മാണത്തിന് ഒത്താശ ചെയ്ത സെക്രട്ടറിയായിരുന്ന ജയകുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സാധാരണ പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ തലവേദന തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോ ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് വന്നേ പിന്നെ നോ ടെൻഷൻ. പലചരക്ക് സാധനങ്ങളുടെ വിപുലമായ കളക്ഷൻസ്, കൂടാതെ ഗ്രോസറി, ക്രോക്കറി, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, സ്പോർട്സ് ഐറ്റംസ്, കോസ്മെറ്റിക് ഏരിയ. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ സംരംഭമായതുകൊണ്ട് തന്നെ ക്വാളിറ്റി, പ്രൈസ്, പിന്നെ സർവീസ് എല്ലാം സൂപ്പർ. ന്യൂ ബോൺ ബേബി പ്രോഡക്ട്സ്, ടോയ്സ്, ടെഡി ബെയർ ഏരിയ. ഏറ്റവും മികച്ച ബ്രാൻഡും ഏറ്റവും പുതിയ സ്റ്റോക്കുകളും ഹൈഫ്രഷിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കുർത്തികൾ, ചുരിദാറുകൾ, ഷർട്ടുകൾ, ഒപ്പം കുട്ടിയുടുപ്പുകളും. ഹൈഫ്രഷിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ്, മീറ്റ്, അങ്ങനെ എല്ലാം ഫ്രഷ് ആണ്. തനിമ നഷ്ടപ്പെടാത്ത പഴങ്ങളും പച്ചക്കറികളും, ഒപ്പം ശുദ്ധമായ മത്സ്യവും മാംസവും. വെറൈറ്റി ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറുകളും. ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ച് ഒരു ഷോപ്പിംഗ്, അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. ലൈവ് കേക്ക് ആൻഡ് ബ്രെഡ്, ഡ്രൈ ഫ്രൂട്ട്സ്, ബേക്കറി, ഒപ്പം കഫറ്റീരിയ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഷോപ്പിംഗ് ഒരു അനുഭവമാക്കൂ ഹൈ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിലൂടെ. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം, TB ജംഗ്ഷൻ, കട്ടപ്പന.